ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ട്രാവൽ വ്ളോഗിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഹിസ്റ്റോറിക്കലായ റായ്ഗഡ് ഫോർട്ട് ആണ്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ നീളുന്ന അതിമനോഹരമായ യാത്രയ്ക്കൊടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മഹാരാഷ്ട്രയുടെ ചരിത്രത്തെ അഭിമാനത്തോടെ ഉയർത്തി നിർത്തുന്ന റായ്ഗഡ് ഫോർട്ട്. ഈ കോട്ടയെ പറ്റി അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ശിവജി മഹാരാജിന്റെ അഭിമാനവും മറാത്ത സാമ്രാജ്യത്തിന്റെ ഹൃദയവുമായിരുന്നു ഈ കോട്ട. റായ്ഗഡ് കോട്ടയുടെ പഴയ പേര് റായ്രി എന്നായിരുന്നു. 1656 ശിവജി മഹാരാജ് ഇത് പിടിച്ചെടുത്തു. അതിനുശേഷം അദ്ദേഹം ഇത് റായ്ഗഡ് എന്നു പേര് നൽകി. അർത്ഥം രാജാക്കന്മാരുടെ കോട്ട. മഹാരാഷ്ട്രയുടെ സഹ്യാദ്രി മലനിരകളുടെ നടുവിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2700 ഫീറ്റ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഒരിക്കൽ ശിവാജിയുടെ രാജധാനിയും ഭരണകേന്ദ്രവുമായിരുന്നു. കോട്ടയിലെത്താൻ ഇന്നൊരു നടപ്പാതയും ഒരു റോപ്പ് വേയും ഉണ്ട്. പക്ഷേ ശിവജി മഹാരാജാവിന്റെ കാലത്ത് ഏകദേശം 1700 പടികൾ കയറിയാൽ മാത്രമേ മുകളിലെത്തുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ഞങ്ങൾ എടുത്തത് റോപ്പ് വേ ആണ്. മുകളിലേക്ക് പോകുമ്പോൾ സഹ്യാദ്രിയുടെ കാഴ്ചകൾ കാണാൻ വല്ലാത്ത മനോഹരമാണ്. ശിവജി മഹാരാജിന്റെ സ്വപ്നങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഈ കോട്ടയ്ക്ക് ഓരോ കല്ലിനും ഒരു കഥയുണ്ട്. മഹാരാജിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾ നടന്നത് ഇവിടെ തന്നെയാണ്. 1676 മുതൽ 1680 വരെ റായ്ഗഡ് കോട്ടയാണ് മറാത്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക തലസ്ഥാനം. മുകളിലെത്തുമ്പോൾ ആദ്യമായി കാണുന്നത് മഹാദർവാജ. വളരെ വലുതും ശക്തവുമായ ഈ കവാടം കടന്നു പോകുമ്പോൾ തന്നെ ഒരു രാജഭാവം തോന്നും. പുരാതന കാലത്ത് സൈനികർ കാവൽ നിൽക്കാറുണ്ടായിരുന്നതും ഇത്തരം വലിയ കവാടം തന്നെയാണ്. കോട്ടയുടെ അകത്തേക്ക് കടന്നാൽ ഇരുവശത്തും കാണുന്ന പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ സൈനികർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് റായ്ഗഡിന്റെ ചരിത്രത്തിന്റെ ഭാഗങ്ങൾ. നടന്നു പോകുന്ന ഓരോ പാതയിലും ശിവാജിയുടെ കാലത്തെ കഥകൾ നമ്മൾക്ക് മനസ്സിൽ വരും. റായ്ഗഡിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് രാജ്യസഭ, ശിവാജി മഹാരാജിന്റെ ഔദ്യോഗിക രാജധാനി. ഒരിക്കൽ ശിവാജി മഹാരാജ് ഇവിടെ നിന്നാണ് രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചത്. 1674 ശിവാജി മഹാരാജിന്റെ ചരിത്രപ്രധാനമായ ഛത്രപതി പട്ടാഭിഷേകം നടന്നത് ഈ മണ്ഡപത്തിലാണ്. ഇന്ന് ആ സിംഹാസനം നിലനിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു അഭിമാനം നിറയും. കോട്ടയുടെ അറ്റത്തായി ആഴമേറിയ പത്മോത്സവം, രാജ്യദ്രോഹികൾക്ക് ശിക്ഷ നൽകാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം. അവിടേക്ക് നോക്കുമ്പോൾ തന്നെ സഹ്യാദ്രിയുടെ ആഴവും മഹാരാജാവിന്റെ നിയമങ്ങളുടെ കാഠിന്യവും നമുക്ക് മനസ്സിലാവും. ഇതിന്റെ താഴ്വാരത്തായി ജഗദംബർ ദേവിയുടെ ക്ഷേത്രം. മഹാരാജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവിയാണ് ജഗദംബർ. കൊട്ടാര ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും അദ്ദേഹം ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ടായിരുന്നു. കോട്ടയുടെ മുകളിലെത്തുമ്പോൾ ആ മുഴുവൻ പ്രദേശത്തെയും ഒരു അതുല്യ തിളക്കത്തിൽ നിറയ്ക്കുന്ന ഒരു സ്ഥലമൊന്നുണ്ട്. ഛത്രപതി ശിവജി മഹാരാജാവിന്റെ സ്മൃതി മണ്ഡപം. 1680 ഏപ്രിൽ 3 മഹാരാജാവ് അന്തരിച്ച ശേഷം അദ്ദേഹത്തെ അതിയായ ബഹുമാനത്തോടെ ഈ സ്ഥലത്ത് സംസ്കരിച്ചു. അതുകൊണ്ട് തന്നെ ഈ മണ്ഡപം ഒരു ചരിത്ര മൂല്യമുള്ള പുണ്യമണ്ണായി കരുതപ്പെടുന്നു. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സമാധി, സുതാര്യമായ
പ്രതീകമായ ആ പ്രതിമ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ്. ചുറ്റും ശാന്തതയും പച്ചപ്പും നിറഞ്ഞ ഒരു മനോഹരമായ തുറസായ പ്രദേശം. ഇന്ന് സുരക്ഷിതമായി പരിപാലിച്ചിരിക്കുന്ന ഈ മണ്ഡപം മറാഠ ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും ശിവജി മഹാരാജാവിനെ ആദരിക്കുന്നവർക്കും ഒരു ആത്യന്തിക തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. കൃഷ്ണകുമാരി, സന്താജി, ഹമീദ് എന്നിവരുടെ ആക്രമണങ്ങൾക്കിടയിലും ഈ കോട്ട ശിവാജിയുടെ ശക്തി തെളിയിച്ച ഒരു ചരിത്ര സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു. 1680 ശിവജി മഹാരാജാവ് അന്തരിച്ച ശേഷം അദ്ദേഹത്തിന്റെ മകൻ സംഭാജി മഹാരാജ് ഭരണത്തിലേറി. പിന്നീട് മുഗൾ ആക്രമണത്തിൽ കോട്ട നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഇന്ന് റായ്ഗഡ് കോട്ടയുടെ ഭാഗങ്ങൾ തകർന്നു കിടക്കുന്നുവെങ്കിലും ശിവജി മഹാരാജിന്റെ ശക്തിയും വീര്യവും ഓർമ്മിപ്പിക്കുന്ന മഹത്തായ ചരിത്ര സ്മാരകമായി അത് നിലകൊള്ളുന്നു. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ സ്ഥലം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് റായ്ഗഡ് ഫോർട്ട്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്കും നാച്ചുറൽ ലവേഴ്സിനും റായ്ഗഡ് ഫോർട്ട് ഈസ് ട്രൂലി എ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ.